തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരാമർശിച്ച് നടത്തിയ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെ തള്ളി CPIM. വർഗീയത പറയുന്ന ഒരാളോടും പാർട്ടിക്ക് യോജിപ്പില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിനും സജി ചെറിയാന്റെ പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ട്. സജി ചെറിയാൻ മന്ത്രി പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. വിവാദ പരാമർശം തിരുത്താൻ മന്ത്രി സജി ചെറിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സജി ചെറിയാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൗനം വെടിഞ്ഞത്. നല്ല ഭാഷയിൽ വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. വർഗീയ വിരുദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അതാ ഞാൻ പറഞ്ഞത്, അത്രയും പറഞ്ഞ ഞാൻ ഇനി അതിൻ്റെ അപ്പുറം പറയണ്ട. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIM യോജിപ്പില്ല. ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്ന പരാമർശമാണ് സജി ചെറിയാന്റേതെന്നാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം സജി ചെറിയാൻ പറഞ്ഞത് വളച്ചൊടിച്ചെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ന്യായീകരണം. സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്. ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPIM എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. പത്രങ്ങൾ വളച്ചൊടിച്ച് വന്നതാണ്. വിവാദ പരാമർശത്തിൽ വിമർശനം തുടരുകയാണ് പ്രതിപക്ഷം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല. മോന്തായം വളഞ്ഞാൽ 64 വളയെന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇങ്ങനെ വർഗീയ വിഷമിക്കുന്ന പ്രസ്താവനകൾ ഇങ്ങനെ ഓരോന്നോരോ എന്ത് വില കൊടുത്തും 10 വോട്ട് കിട്ടണം. മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം. വിവാദ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.